7 ദിവസത്തെ ഉത്സവം. ആദ്യത്തെ ദിവസത്തിൽ ഉത്സവം തുടങ്ങിയെന്ന രീതിയെ കൊടിയേറ്റം എന്ന് അറിയപ്പെടും. അതിനെ തുടർന്ന് അലങ്കാരഭരിതകളായ ക്ഷേത്ര ചുറ്റുവട്ടത്തിലെ ക്ഷേത്ര കുടുംബങ്ങളിലെ പെൺകുട്ടികൾ താലമെടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകും. അതിനുശേഷം പകൽപൂരം തുടരുകയായി. പകൽപൂരത്തിന്റെ കൂടെ പൂജാകാര്യങ്ങളും കർമ്മങ്ങളും നടത്തുന്നു. പിന്നീട് താളമേളങ്ങളോട് മനസ്സിന് കുളിർമയും രോമാഞ്ചവും കൊണ്ട് കുളിര് കോരുക്കുന്ന പഞ്ചാരിമേളം. അതിനുശേഷം ഉച്ചഭക്ഷണം ഉണ്ടെങ്കിൽ അത്. സന്ധ്യാസമയം മയങ്ങുന്നതിനനുസരിച്ച് കലാപരിപാടികൾ അരങ്ങേറി തുടങ്ങും. അതിനുശേഷം ശ്രീവേലി എന്ന ചടങ്ങും ആരംഭിക്കുന്നു. ബാക്കിയുള്ള ഉത്സവ ദിവസങ്ങളും അതിൻ്റെ ചടങ്ങുകളും തീർന്നു. ഹോസ്പിറ്റലിൽ നിന്ന് സഞ്ജു വന്നു. ജോ എന്തോ കേസിൻ്റെ ആവശ്യമായി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് ദേവുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും വിവാഹത്തിന് എല്ലാവരുടെയും സമ്മതവും വാങ്ങി. അവരോട് എല്ലാവരും ഒന്നു മാത്രം ആവശ്യപ്പെട്ടത് ദേവുവിൻ്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല എന്ന്. അതിനവൻ സമ്മതം പറയുകയും ചെയ്തു. പക്ഷേ ദേവ് എപ്പോഴും അവളുടെ ഇഷ്ടം പറഞ്ഞിരുന്നില്ല. അവൻ പോയി പിറ്റേ ദിവസം അവളാകെ സൈലൻ്റ് ആയിരുന്നു. ആരോടും മിണ്ടാതെ ഗ്ലൂമിയായി നടക്കുമായിരുന്നു. ദേവന്റെ മോതിരമാറ്റം നടത്താൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴുമെല്ലാം അവൾ സൈലൻ്റ് ആയിരുന്നു. ഒരു ദിവസം എല്ലാവരും ചേർന്ന് ദേവിൻ്റെ റൂമിലേക്ക് വന്നു. ദേവോടെ കട്ടിലേക്ക് കിടക്കുവാണ്. പക്ഷെ മനസ്സ് ഇവിടെ ഒന്നും അല്ലെന്ന് ആ കിടത്തം കണ്ടാലറിയാം. മാഹി റൂമിലേക്ക് കയറി അവളെ വിളിച്ചു. ബാക്കിയുള്ളവർ റൂമിൻ്റെ പുറത്തു നിന്നു. മോളെ ദേവൂട്ടി, മാഹി വിളിച്ചു. എന്താച്ചോ? ദേവ് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. മഹി അവളുടെ അടുത്ത് ചെന്ന് കട്ടിലിരുന്നു. അവൾ കട്ടിലിൽ ചമ്മറം പടിഞ്ഞിരുന്നു. എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? എനിക്കൊന്നുമില്ല അച്ഛാ, എനിക്കെന്ത് പറ്റാൻ? ദേവ് ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ പറഞ്ഞു. എൻ്റെ മോള് പറ, അച്ഛനറിയാം എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തോ വിഷമുണ്ടെന്ന്. എന്താണെങ്കിലും പറയും. അച്ഛനോട് പറഞ്ഞാൽ ആ സങ്കടം തീരും. ദേവ് മഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അവളുടെ ആ പ്രവൃത്തി എല്ലാവരിലും ഞെട്ടലുണ്ടാക്കി. പുറത്തു നിന്നിരുന്ന ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി വന്ന് ചുറ്റിലും ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവളുടെ കരച്ചിൽ നിന്നു. മഹി അവളെ വിളിച്ചു. ദേവൂട്ടി, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയേ? അച്ചോ, എനിക്കിഷ്ടം, ഒത്തിരി ഇഷ്ടം. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയില്ല. എനിക്ക് കാണാൻ തോന്നുക. എന്നെ ഒറ്റക്കാക്കി പോയതുപോലെ എന്നോട് മിണ്ടാതെ പോയി. അവൾ കൊച്ചുകുട്ടികളെ പോലെ പരാതി പറയുന്നത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. എന്നാൽ ദേവിൻ്റെ ഫോണിൽ അവളുടെ ശബ്ദം കേട്ട ജോയിയുടെ ഉള്ളിൽ ഒരു മഞ്ഞ് പെയ്ത സുഖമായിരുന്നു. അവളുടെ നാവിൽ നിന്നും അവന് ഇഷ്ടമാണെന്ന് അറിഞ്ഞതും അവൻ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷം അവനിൽ വന്ന് ചേർന്നതുപോലെ. ദേവുവിൻ്റെ ഈ മാറ്റം ദേവൻ അവളെ വിളിച്ചു പറഞ്ഞിരുന്നു. അവൻ്റെ ഉള്ളിൽ അവളുടെ അവസ്ഥ സങ്കടം ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും ചേർന്ന് അവളോട് സംസാരിക്കാൻ പറഞ്ഞതും ജോ തന്നെയായിരുന്നു. പക്ഷേ അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു മറുപടി ആയിരിക്കും കിട്ടുമെന്ന് ജോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ കഴിയാതെ വന്നപ്പോഴുള്ള ഫീലിങ്സും പെട്ടെന്ന് അവൻ്റെ പോക്കും അവളെ വല്ലാതെ ഒറ്റപ്പെടലാക്കി. അവൾ ശരിക്കും ഫീലായി. വീട്ടിലുള്ളവരും ഇതാണ് അവളുടെ സങ്കടത്തിൻ്റെ കാര്യം നോർത്തില്ല. ഉത്സവത്തിൻ്റെ ദിവസങ്ങളിൽ രണ്ടുപേരും നേരിട്ട് കാണുമ്പോൾ എല്ലാം വഴക്കായിരുന്നു. അവൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും ദേവുവിന് ജോയെ ഇഷ്ടമല്ലെന്നായിരുന്നു അവിടെ വിലയിരുത്തൽ. പക്ഷെ ദേവ് വെറുതെ ജോയോട് വഴക്ക് കൂടാൻ വേണ്ടി ഓരോ കാരണങ്ങളുണ്ടാക്കി വരുവാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അവനും അവളുമായുള്ള വഴക്ക് ആസ്വദിച്ചിരുന്നു. ഉത്സവം അവസാനിക്കുന്ന 2-3 ദിവസം മുന്നേ അന്ന് ജോ എന്തോ അർജന്റ് മെയിൽ ചെയ്യുന്ന സമയത്ത് അവൻ്റെ അടുത്ത് സാന്ദ്ര ചെന്നത്. അത് ദേവ് കണ്ടിരുന്നു. ബാക്കിയുള്ളവർ ദീപാരാധനയ്ക്ക് പോയിരുന്നു. ദേവ് രാത്രിയിൽ വരാമെന്ന് പറഞ്ഞ് പോയില്ല. സാന്ദ്രയും ഫ്രണ്ട്സും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നു. ബാൽക്കണിയിൽ ഇരിക്കുവാണ് ജോ മെയിലഴിച്ച് തിരിഞ്ഞപ്പോഴാണ് അവൻ സാന്ദ്രയെ കാണുന്നത്. ജോ അവളെ കണ്ട് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും സാന്ദ്ര അവൾ വിളിച്ചു. ദേവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബാൽക്കണിയുടെ റൂമിൻ്റെ മറവിൽ അവൾ നിന്നിരുന്നു. ഈ ചായ. പെട്ടെന്ന് അവൾ അങ്ങനെ വിളിച്ചതും ജോക്ക് എന്തോ പോലെ തോന്നി. എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ. സോറി, അങ്ങനെയല്ലേ വിളിക്കുന്നത്? സാന്ദ്ര അവനോട് ചോദിച്ചു. അയ്യേ, ഇവളുടെ തൊലിപ്പീരി. ഈ ചായനല്ല കൊച്ചായൻ. കോഴി, കരടി. ആ ഭൂതത്തിന് ഒഴിവാക്കി വിടാതെ വായി നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? ദേവ് ജോയെ നല്ലോണം സ്മരിച്ചു. പെട്ടെന്നാണ് ജോ ദേവുവിനെ കണ്ടത്. ജോ കാണുമെന്ന് തോന്നിയതും അവൾ മറഞ്ഞു. ഓഹോ, അപ്പം എൻ്റെ കൊച്ചി ഇവിടെ ഉണ്ടോ? എന്ന് എൻ്റെ കൊച്ചിനൊന്ന് കുശുമ്പ് കയറ്റിയിരുന്ന കാര്യം ജോയും മനസ്സിൽ കരുതി. ഓ, തൻ്റെ പേര് ഞാൻ മറന്നു. ജോ സാന്ദ്രയോട് പറഞ്ഞു. സാന്ദ്ര? ആ സാന്ദ്ര, താനങ്ങനെ വിളിച്ചോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചായ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഞാനും വന്നോട്ടെ. അവളൊന്നുകൂടെ ഒലിപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവുവിൻ്റെ മുഖം ചുവന്നു. അതിനെന്താ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. അതുകൂടെ കേട്ടതും ദേവുവിൻ്റെ മുഖം ശരിക്കും ചുവന്നു. ഇപ്പം പൊട്ടൊന്നായി. ജോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ അവളൊന്ന് നോക്കി റൂമിലേക്ക് നടന്നു. പോകുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പെണ്ണിൻ്റെ കുശുമ്പ് ആസ്വദിച്ചുകൊണ്ടുള്ള ചിരി. സാന്ദ്ര ജോയിയുടെ മറുപടി കേട്ടതും തുള്ളിച്ചാടി റൂമിലേക്ക് പോയി. കരടി, തെണ്ടി, പട്ടി, കോഴി,
അവൾ ചോദിച്ചപ്പോൾ അങ്ങേര് സമ്മതിച്ചു. ഓ അതിനെന്താ, ഞാൻ പെച്ചായി വരാം, കൊരങ്ങൻ താൻ പോകുന്നതെന്ന് കാണെനിക്ക്. അതും പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് അവൾ പോയി. ഡാ ദേക്കി, കിരൺ അവനാരോ കൊന്നതാന്നാ പറയുന്നേ. അറിയാം, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന് വേണം ഭയക്കാൻ. ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. എടാ ഇനിയുള്ള ഡീലിങ്സ് എല്ലാം കുറച്ച് കഴിഞ്ഞു മതിട്ടോ. പെട്ടെന്നൊരു നീക്കം അത് റിസ്ക്കാ. പോലീസ് അന്വേഷണം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ശരിയാ നീ പറഞ്ഞത്. എടാ സച്ചി മതി, വീട്ടിലേക്ക് പോകാൻ നോക്ക്. എടാ എൻ്റെ കിച്ചൂനെ കൊന്നവൻ എനിക്ക് കൊല്ലണം, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. സച്ചി കുഴഞ്ഞ നാക്കുകൊണ്ട് പറഞ്ഞു. നീ നീ അവനോട് റൂമിൽ കിടത്തിയേക്ക്, നമുക്ക് വീട്ടിൽ പോകാം. ഈ അവസ്ഥയിൽ അവൻ ഡ്രൈവ് ചെയ്യണ്ട. അങ്കിളിനോട് വിളിച്ചു പറഞ്ഞേക്ക് അവൻ ഇവിടെ ഉണ്ടെന്ന് സാമു പറഞ്ഞു. ആ ഓക്കെ, നീ ഇറങ്ങിക്കോ, ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട്. അതും പറഞ്ഞ് ഇരുവരും ഇറങ്ങി. അവർ പോയത് സച്ചി കിടക്കുന്ന റൂമിലേക്ക് ഒരു കറുത്ത ഹൂടി ധരിച്ച ഒരാൾ കയറി ചെന്ന് അവനെയും എടുത്ത് പുറത്തേക്ക് നടന്നൊരു വാനിലെ ഉള്ളിലേക്കിട്ട് അവനുമായി അവിടുന്ന് പോയി. ദേവ് ജോയിയുടെ റൂമിൽ ചെന്ന് അവൻ കട്ടിലെടുത്ത് വെച്ച് അവൻ്റെ വെള്ളം മുണ്ടിൽ അവിടെ ഇരുന്ന് പെന്നുമശി കുടഞ്ഞ് മുണ്ട് നാശാക്കി. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ദേവ് എവിടെയോ തട്ടി നിന്നു. ഇതിപ്പോ എവിടെന്നായി ഒരു മാല വന്നു നിന്നത്? ദേവ് മുഖം പോയിട്ട് നോക്കിയത് ജോ അവളെ നോക്കി നിൽക്കുവാണ്. അവൻ്റെ നെഞ്ചിൻ്റെ അതുവരെയുള്ളൂ ദേവ്. അവൻ്റെ നെഞ്ചിൽ തലകുത്തിയാണ് കുട്ടിയുടെ ചോദ്യം. ഒരു ടവല് മാത്രം ചുറ്റിയാണ് ജോ നിൽക്കുന്നത്. ദൈവമേ, നീ എന്നെ പിന്നെയും ചായച്ചല്ലേ, ദേവ് മനസ്സിൽ പറഞ്ഞു. ദേവ് അവനെ നോക്കി നന്നായി നിളിച്ചു കൊടുത്ത് മെല്ലെ സ്കൂട്ടാവാൻ നോക്കി. ജോ കൈ പിടിച്ച് തിരിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. വിടടു, ഞാൻ പോട്ടെ, അവൾ കുതറിക്കൊണ്ട് പറഞ്ഞു. പൊന്നു മോളിപ്പോൾ എൻ്റെ മുന്നിൽ എന്തിനാ മാശി കുടഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ മാശി കുടഞ്ഞില്ല, അത് ഞാൻ എടുത്തപ്പോൾ കയ്യിൽ നിന്ന് അറിയാതെ പോയതാ. ആണോ? എങ്കിലെൻ്റെ കൊച്ചി ഇത് വാഷ് ചെയ്തു വാ. ഞാനോ? ആ നീ തന്നെ, നീ കളഞ്ഞതല്ലേ, നീ തന്നെ ചെയ്യണം. ഇല്ല, ഞാൻ ചെയ്യില്ല. എങ്കിൽ വേണ്ട, ചെയ്യണ്ട. ഓ രക്ഷപ്പെട്ടു, ദേവു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പക്ഷേ ഇതാ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ജോ മുന്നിലേക്ക് ഫോൺ നീട്ടി കാണിച്ചു കൊടുത്തു. അതിലവൾ ജോയുടെ മുണ്ടിൽ മഷി കുടയുന്നത് കൃത്യമായി കാണുന്നുണ്ട്. ദേവ് ദയനീയമായി അവനെ നോക്കി. അവൻ അവളെയും നോക്കി. എന്തേ അപ്പം എങ്ങനെ, മുണ്ട് അലക്കുന്നോ അതോ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അതിന് റീസൺ പറയിപ്പിക്കണോ? വേണ്ട, ഞാൻ മുണ്ട് കഴുകാം. അവൾ ആ മുണ്ട് കയ്യിലെടുത്ത് ഡോറിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നതും ജോ അവളെ വിളിച്ചു. അതേ, ഇപ്പോഴും നിനത് ചെയ്തെന്ന് പറഞ്ഞില്ല? ജോ കുസൃതിയോടെ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുണ്ട് കയ്യിൽ പിടിച്ചു പോയി. ജോ ചിരിച്ചുകൊണ്ട് മറ്റൊരു ഡ്രസ്സ് ഇടാൻ പോയി. അന്ന് ജോയും സാന്ദ്രയും ഒരുമിച്ചാണ് ക്ഷേത്രത്തിൽ പോയത്. ദേവരെ മൈൻഡ് ചെയ്യാതെ മുന്നിൽ നടക്കാൻ തുടങ്ങിയതും സാന്ദ്ര കാണാതെ ജോ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സാന്ദ്ര അവനോട് ഓരോന്ന് പറഞ്ഞ് കത്തിപ്പൊക്കുകയാണ്. അവനൊരു ചിരിയോടെല്ലാം മൂളി കേട്ട് നിന്നു. ദേവ് കൂടെ പോകുന്നത് സാന്ദ്രയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും അവൾ ജോയുടെ മുന്നിൽ അത് കാണിക്കാതെ മുന്നോട്ട് നടന്നു. ദേവ് കൈവലിക്കാൻ ഒരുപാട് നോക്കിയതും അവൻ വിടാതെ അവളെ കൈ മുറുകെ പിടിച്ചു. അവളവനെ കൂർപ്പിച്ച് നോക്കുമ്പോഴെല്ലാം അവൻ ചുണ്ട് കൂർപ്പിച്ച് ഉമ്മ കൊടുക്കും. അതുകൂടി ആയതും അവൾ പിന്നെ ഒതുങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. 3 പേര് ക്ഷേത്രത്തിലെത്തി. ഉത്സവം അവസാനമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. എല്ലാ കൊല്ലവും ഇവിടെ ഉത്സവം നടത്താറില്ല. അതുകൊണ്ട് തന്നെ നടത്തുന്ന എല്ലാ കൊല്ലവും എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാമുകൾ ഉണ്ടാകും. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. പിറ്റേന്ന് രാവിലെ ഫുഡ് കഴിച്ച് ഉമ്മറത്ത് നിൽക്കുമ്പോഴാണ് അപ്പു അങ്ങോട്ട് ഓടിക്കതച്ച് വരുന്നത്. ഡാബു, നിന്നെ വല്ല പട്ടിയും കടിച്ചോ? കണ്ണൻ ചോദിച്ചു. ഇല്ലേട്ടാ, ഞാൻ വേറൊരു കാര്യം കണ്ട് ഓടി വന്നതാ. അതിന് മാത്രം എന്ത് കാര്യടാ? മാഹി ചോദിച്ചു. നമ്മുടെ ദേവൂട്ടില്ലേ, അവിടെ അലക്കലിൻ്റെ അവിടുന്ന് മുണ്ട് അലക്കുന്നു. നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? സത്യൻ്റെ ദേവ. ദേവൻ ജോയെന്ന് നോക്കി. അവൻ ജോയെ നോക്കാതെ അട്ടത്ത് നോക്കി. അപ്പോൾ തന്നെ ദേവന് മനസ്സിലായി ഇത് ജോ കൊടുത്ത പണിയാണെന്ന്. അപ്പോഴാണ് ദേവു അങ്ങോട്ട് വന്നത്. ദേവു, നിനക്കെന്താ അലക്കലിൻ്റെ അടുത്ത് പണി? അപ്പോൾ അവളെ കളിയാക്കി ചോദിച്ചു. അലക്കലിന് ഭംഗിയുണ്ടെന്ന് നോക്കാൻ പോയതാ. ഞാൻ വിചാരിച്ച ഏട്ടൻ്റെ മോള് നല്ല ശീലം തുടങ്ങിയെന്ന്. ദേവപ്പെട്ടാ വേണ്ടട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അച്ചോടാ, എൻ്റെ കാന്താരിക്ക് ദേഷ്യം വന്നോ? കണ്ണൻ അവൾ അടുത്തേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, ഞാൻ പിണക്കാണ്. ഇവിടെ വന്നപ്പോൾ ആർക്കും എന്നെ വേണ്ട. അച്ചോടാ, ഞങ്ങളുടെ കാന്താരില്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷം, ദേവനും അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങളാരും ഇതുപോലെ എൻ്റെ കൂടെ ഇരിക്കാറ് പോലും ഇല്ല. ഷോ, ഞങ്ങൾ തിരക്കായി പോയി, അതുകൊണ്ടല്ലേ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഭാവയെ തനിച്ചാക്കില്ല. അപ്പോൾ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കിയുള്ളവർ അവരെ നോക്കിയിരുന്നു. അവരുടെ സ്നേഹം കണ്ടതും സന്തോഷം തോന്നി. അമ്മയില്ലാത്ത ദേവുവിനെ ഇവർ 3 പേരും കൂടിയാണ് നോക്കിയത്.
അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയും എല്ലാം ഇവർ 3 പേരായിരുന്നു. ഒരിക്കലും അവളുടെ ഒരു സന്തോഷത്തിനും 3 പേരും എതിര് നിൽക്കാറില്ല. അതുപോലെ തന്നെ ദേവ് അവരുടെ 3 പേരുടെയും ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാറുമില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാറുമില്ല. ജോയും അവരെ നോക്കി നിന്നു. സഹോദരങ്ങളെന്ന് പറയാൻ ആരുമില്ല. ഉള്ളത് കിച്ചുവാണ്. അവൻ അപ്പച്ചൻ്റെ മകൻ എന്നതിലുപരി സ്വന്തം അനിയൻ തന്നെയാണ്. ദേവനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് അവൻ്റെ കുടുംബത്തെ പോലൊരു കുടുംബം. സച്ചി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കട്ടിലിൽ നഗ്നമായി കെട്ടിയിരിക്കുവാണ്. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കയ്യിന് നന്നായി വേദന അനുഭവപ്പെട്ടു. ചുറ്റും നോക്കിയെങ്കിലും മൊത്തം ഇരുട്ട് മാത്രമാണ്. അവൻ്റെ നേരെ ഒരു ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. അത് കണ്ണിലേക്ക് തുളഞ്ഞു കയറുന്ന രീതിയിൽ അവൻ്റെ തലക്ക് മുകളിൽ തന്നെയാണ്. അവൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അപ്പോഴാണ് കതക് തുറക്കുന്ന ശബ്ദം കേട്ടത്. മുന്നിൽ നിൽക്കുന്നത് അവനെ പോലെയുള്ള സമപ്രായക്കാരനാണെന്ന് മനസ്സിലായി. എന്താണ് സച്ചിദാസ്, ഓടി രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ? അവൻ അവൻ്റെ മുന്നിലേക്ക് വന്ന് ചോദിച്ചു. നീ ആരാ? നിനക്ക് എന്താ വേണ്ടത്? അവൻ വിക്കി ചോദിച്ചു. അറിയാം നിനക്ക് എന്തും തരാനുള്ള കഴിവുണ്ടെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിനക്ക് തരാൻ കഴിയോ? പറയാൻ. എന്താ നിനക്ക് വേണ്ടത്? പറഞ്ഞോ, ഞാൻ തരാം. എന്നെ അഴിച്ചുവിടാം. പകരം ഞാൻ ചോദിക്കുന്നത് നീ തരുമെന്ന് എനിക്ക് ഉറപ്പ് തരുമോ? ഞാൻ തരും. നീ ചോദിക്ക്, ഞാൻ തരാം. ഇത് നോക്ക്, എൻ്റെ അമ്മാളു. അവളുടെ ജീവൻ എനിക്ക് തിരിച്ചു താ. ആ കാണുന്ന അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ തിരിച്ചു താടാ. നീയും നിന്റെ കൂട്ടാളികളും ചേർന്ന് കൊന്നു തിന്ന് അവരെ എനിക്ക് തിരിച്ചു താടാ പുല്ലേ. ചുമരിൽ തൂക്കിയിട്ട് ആ ഫോട്ടോകൾ കാണാൻ സച്ചിയുടെ ദേഹം പിറക്കാൻ തുടങ്ങി. നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതും അവൻ്റെ ഉള്ളിൽ തങ്ങളുടെ കയ്യിൽ നിന്നും മാനത്തിന് വേണ്ടി കെഞ്ചുന്ന ആ പെൺകുട്ടിയെ ഓർമ്മ വന്നു. എന്തേ, തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? ഇല്ലല്ലേ? നീയൊക്കെ ചേർന്ന് ഇല്ലാതാക്കിയതൊരു കുടുംബത്തെയാടാ. അനാഥത്വത്തിന്റെ പടുക്കുഴിയിലേക്ക് ഒരു നിമിഷം കൊണ്ട് തള്ളിയിട്ടത് ഇവന്റെ ജീവിതം തന്നെയാ. ഇനി പറ, ഇതെല്ലാം എനിക്ക് തിരിച്ചു തരാൻ കഴിയോ നിനക്ക്? അവൻ അലറിക്കൊണ്ട് അവനോട് ചോദിച്ചു. നിനക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല. പക്ഷെ നിന്നെ പെട്ടെന്നൊരു മരണത്തിലേക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല. എന്റെ പെണ്ണനുഭവിച്ച അത്രയും വേദന നീയും അനുഭവിക്കണം. ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ നിന്നെ. അവന്റെ കണ്ണുകൾ ചുവന്നു. അവന്റെ കണ്ണിൽ ക്രൂരത നിറഞ്ഞു. അവനൊരു സിറിഞ്ച് എടുത്ത് ഒരു കുപ്പിയിൽ നിന്നും മരുന്നെടുത്ത് സച്ചിയുടെ ദേഹത്തേക്ക് കുത്തിയിറക്കി. അവന്റെ ശബ്ദം ആ റൂമിൽ പ്രതിഫലിച്ചു. ദേവന്റെ മോതിരമാറ്റം ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് അത് ഭംഗിയാക്കി തീർത്തു. ദേവ് അവളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നി. ചില തിരക്കുകൾ കാരണം ജോയ്ക്ക് ദേവന്റെ മോതിരമാറ്റ ചടങ്ങിന് വരാൻ കഴിഞ്ഞില്ല. അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ദേവുവിനെയായിരുന്നു. എങ്കിലും അവളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. എല്ലാവരോടും കളിച്ചും തിരിച്ച് സംസാരിച്ചു. അഞ്ജുവിന് കൂട്ടായി ഒപ്പം നിന്നും അവൾ ഒരുവിധം പിടിച്ചു നിന്നു. പിറ്റേന്ന് എല്ലാവരും ശ്രീനിലയത്തിലേക്ക് തിരിച്ചു. ദേവുവിന് കോളേജ് 2 ദിവസം കൂടെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴാണ് ഹാളിൽ ന്യൂസ് കണ്ട് മാഹി ദേവനെ വിളിച്ചത്. ജില്ലയിൽ ഒരു മരണം കൂടെ. പ്രശസ്ത വ്യവസായിക പ്രമുഖൻ ദാസ് പ്രഭാകരന്റെ മകൻ സച്ചിൻ ദാസാണ് കൊല്ലപ്പെട്ടത്. കിരൺ മോഹന്റെ മരണവും ഈ മരണവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. 20 സുഹൃത്തുക്കളായിരുന്നു. അഴുക്കും വെള്ളവും പോകുന്ന ഓടയിൽ നിന്നാണ് സച്ചിൻ ദാസിന്റെ ബോഡി ലഭിച്ചത്. ഈ ബോഡിക്ക് 4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. വാർത്ത കേട്ട ഉടൻ തന്നെ ദേവൻ വേഗം തന്നെ ഡ്രസ്സ് മാറി സംഭവ സ്ഥലത്തേക്ക് പോയി. ഇനി ഏട്ടന് ഒരു ഒഴിവും കിട്ടൂല, ദേവ് മഹിയുടെ അടുത്തിരുന്ന് പറഞ്ഞു. അവന്റെ ജോലി അങ്ങനെ ആയിപ്പോയില്ലേ? അതും ശരിയാ. ദേവ് അത് പറഞ്ഞ് റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി. മോളെ ദേവു, നിനക്ക് 2 ദിവസം കോളേജ് ഒഴിവല്ലേ? അതെ അച്ഛാ. എന്നാ നീ എൻ്റെ കൂടെ കോട്ടയത്തേക്ക് പോരുന്നോ? അവിടെ എന്താ അച്ഛാ? അച്ഛയുടെ ഫ്രണ്ടുണ്ട്, അവനെ കാണാൻ പോവാ. കുറെ ദിവസമായി പറയുന്നു. പക്ഷേ അച്ഛന് പോകാൻ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ പോയി നോക്കാന്ന് വിചാരിച്ചു. എങ്കിൽ ഞാനും ഉണ്ട്. എന്നാ റെഡിയായി വാ, അച്ഛനും റെഡിയായി വരാം. ജോവന്റെ വർക്കെല്ലാം കഴിഞ്ഞ് അവനടുത്ത് റൂമിലേക്ക് വന്നതാണ്. അപ്പോഴാണ് അവൻ്റെ ഫോണ് ബെല്ലടിച്ചത്. ഡിസ്പ്ലേയിലെ പേര് തെളിഞ്ഞ് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പച്ച ഇങ്ങോട്ട് നോക്ക്. ജോ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ശബ്ദം കേട്ടതും അവനൊരു നിമിഷം ഞെട്ടി നിന്നു. ചെറുക്ക, നീ എന്നാ ഫോൺ എടുത്ത് മിണ്ടാ നിൽക്കുന്നേ? അമ്മച്ചിയുടെ ശബ്ദമാണ് അവനെ ഞെട്ടിയിൽ നിന്ന് ഉണർത്തിയത്. ആരമ്മച്ചി അവിടെ വന്നേ? ഓ അത് നിന്റെ അപ്പൻ്റെ ഫ്രണ്ടും മകളും. അതാര്? ജോ പെട്ടെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നീ എന്നാ വരുന്നേ? പിന്നീട് ചെക്ക, ആ കൊച്ചിനെ എങ്ങനെ അങ്ങ് ബോധിച്ചോ? നമുക്കൊന്ന് ആലോചിച്ചാലോ? അപ്പനത് ശരിയാവില്ല, അത് കൊച്ചുകുട്ടിയല്ലേ, നമുക്ക് വേറെ നോക്കാന്നേ. വെച്ചിട്ട് പോട ചെക്ക, അവൻ അപ്പന് കെട്ടുണ്ടാക്കാൻ നടക്കുന്നു.
അതും പറഞ്ഞ് അമ്മച്ചി ഫോൺ വെച്ചുകൊണ്ട് പോയി. ജോ ചിരിയോടെ ഫോൺ പിടിച്ചിരുന്നു. അവൻ്റെ ഉള്ളിൽ അവിടുന്ന് കേട്ട ശബ്ദം ദേവുവാണെന്ന് തോന്നി. അവൻ ഫോണെടുത്ത് അവളുടെ ഫോട്ടോ എടുത്തു. ഐ മിസ് യു ഡി പെമ്പർന്നോത്തി.